ഇപ്പോഴേ ഈ ഒറാങ്കൂട്ടൻ ബ്രിക്കിൻ്റെ 29.75 മെഗാ പാസ്കൽ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിൻ കോമ്പണൻറ്റ് നമ്മുടെ റീസൈക്കിൾ ചെയ്ത തെർമോക്കോള്, നോൺ വോൺ മെറ്റീരിയൽ, PVC എണ്ണി ഐറ്റം. ഇപ്പോൾ എനിക്കുള്ള ഇതെന്ന് വെച്ചാൽ ചാലഞ്ച് എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ എടുക്കണം. ചില ഐറ്റംസ് എടുത്ത് ചില ഐറ്റംസ് എടുക്കാതെ തന്നെ കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പോളിസ്റ്റർ സാരി ഏത് ഐറ്റം പിന്നെ നമ്മുടെ എന്ത് ഐറ്റത്തിലും അതിനകത്ത് ഇത്തിരി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റോ മെറ്റീരിയലാവും. പിന്നെ ഇത് പ്രോസസ്സിംഗ് ആണ് മറ്റൊരു ഇഷ്യൂ. പ്രോസസ്സിങ് സമയത്ത് ജനറേറ്റ് ആവുന്ന എയർ പൊല്യൂഷൻ, എയറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക് ആവും. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് റീസൈക്ലേഴ്സ് മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക്കിനെ പൊടിച്ചിട്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഒന്നുകിൽ ഗ്രാനുൾസ് ആക്കും, അല്ലെങ്കിൽ വേറൊരു ബൈ പ്രോഡക്റ്റ് ആക്കും. ഇപ്പോൾ ഈ കഴുകിയ വെള്ളം മുഴുവൻ പോകുന്നത് ലാൻഡ് ഫില്ലിലാണ്. പിന്നെ പല ആൾക്കാരും റോഡ് ടാറിങ്ങിന് വേണ്ടി നമ്മുടെ പെറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഈ വേർ ആൻഡ് ടയറിലും ക്ലൈമാറ്റിക്കിലും വരുന്ന ചേഞ്ചസും കാരണം വെച്ചാൽ ഇതിലെത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് പൊടിഞ്ഞിട്ട് അത് വെള്ളത്തിലേക്കും പോവും, എയറിലേക്കും പോവും, നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലങ്സിലേക്ക് വരും. ഈ കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ടിൽ US ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിനകത്ത് അടക്കം മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രക്കും ഓൾറെഡി മുലപ്പാലിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന എല്ലാ വെള്ളത്തിലുണ്ട്, മീനെല്ലാം എല്ലാവരും മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടുമ്പോൾ എന്ത് തരം പ്ലാസ്റ്റിക് ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളതായ കണ്ടുപിടിച്ചൊരു ഫോർമുലയുണ്ട്. അതിനകത്ത് കുറച്ച് ആഡ് ഓൺസും ചെയ്ത് ഞങ്ങൾ ബ്രിക്കാക്കി തരും. ഇത് ബ്രിക്കല്ല നിങ്ങൾ പറഞ്ഞ എന്ത് സാധനം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ബ്രിക്കാക്കി എടുക്കാൻ കാരണം വെച്ചാൽ ഞങ്ങളൊരു ബ്രിക്ക് ഉണ്ടാക്കി ഒരു വാള് പണിത്, അല്ലെങ്കിൽ ഒരു ഓവുചാല് പണിത്, അല്ലെങ്കിൽ സീവേജാണല്ലോ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് പണിത് അതിൻ്റെ മേലെ ടൈൽ ഒട്ടിച്ച് എല്ലാം അതിന് പെയിൻറ്റിങ് ചെയ്തിട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് പിന്നെ ഈ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് നമുക്ക് എയറിനെ ടച്ച് ആകുന്നില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് എന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസ് ഹ്യൂമൻ ബീയിങ്ങിനില്ല. പിന്നെ എപ്പോഴെങ്കിലും അത് ഡിമോളിഷ് ചെയ്യുമ്പോഴാണ് ദാറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. 9 തവണ വരെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്യണം. 9th ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കാർബണായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ലൈഫ് അറൗണ്ട് അപ് ടു 1000 years ആണ്. നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം 500 years ഫസ്റ്റ് ഇത് തരാം. പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യാൻ അറൗണ്ട് 20-50 years. അങ്ങനെ ഒരു 3-4 തവണ റീസൈക്കിൾ ചെയ്യാൻ അറൗണ്ട് 1000 years കൊണ്ടാണ് ഈ പർട്ടിക്കുലർ സാധനം ഇല്ലാതെ ആവണത്. ഈ ഒറാങ്കൂട്ടാൻ ബ്രിക്സ് ഒക്കെ വെച്ച് നമ്മളൊരു വീട് പണിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 500 കൊല്ലം നമുക്ക് പേടിക്കാതെ ഇരിക്കാം. അതിനകത്ത് വെച്ചാൽ നമ്മുടെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഫയർ റിട്ടാർഡൻ്റ് ആണ്. ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ഈ സാധനം തീ പിടിച്ചാൽ എങ്ങനെയെന്നുള്ളത്. ഒരു വീടിന് തീ പിടിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫർണിച്ചർ, അതുപോലെ മരങ്ങൾ, ഇതെല്ലാം കത്തിത്തീർന്ന് പിന്നെ മറ്റ് പ്ലാസ്റ്റിക് എല്ലാ ഐറ്റംസും കത്തിത്തീർന്ന് എഗെയിൻ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ബിൽഡിംഗ് പണിത് അതിന് പ്ലാസ്റ്റർ ചെയ്യും. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ എഫക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കത്തില്ല ഒരിക്കലും. ഇത് മെൽട്ടായിട്ട് ടാർ ഒരുക്കണ പോലെ താഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് തീ പിടിക്കത്തില്ല, ബട്ട് ഫയർ റിട്ടാർഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു പരിധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈവൻ മണ്ണാണെങ്കിലും ബാധിക്കും. പക്ഷേ മണ്ണിൻ്റെ അത്ര റെസിസ്റ്റൻസ് ഇല്ലെങ്കിലും കൂടെ മറ്റുള്ള എല്ലാ ഐറ്റംസിനെക്കാളും ഒരു 3 times 4 times ഫയർ റെസിസ്റ്റൻസ് ഉള്ളതാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഒരിക്കലും വാട്ടർ ലീക്കേജ് വരത്തില്ല. ഇത് വെച്ചിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ സീവേജ് ടണലോ എന്ത് പണിതാലും അത് അവിടെ പണിതാൽ പിന്നെ പണിതുപോലെ അവിടെ ഇരിക്കും. കാരണം സ്ട്രെങ്ത് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ ഈ സാധനം ഞങ്ങൾക്ക് റിട്ടൻഷൻ വളമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഹെവി ആയിട്ട് ഉള്ള വാട്ടർ ഫ്ലോ ഉള്ള സ്ഥലങ്ങളിൽ അതിനെ നമുക്ക് റിട്ടൻഷൻ വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ഡിസൈൻ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ ഒരു ഫാബ് ലാബ് ഉണ്ട്. അതിൽ അവിടെയുള്ള കുട്ടികൾ ഞാനൊരു ഐഡിയ കൊടുത്തു, അവരുടെ ഐഡിയ ഇൻപുട്ട് ചെയ്തിട്ട് ബ്രിക്കിനെ ബാധിക്കാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ആ റിട്ടൻഷൻ വളമായിട്ട് പണിത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹെവി വാട്ടർഫോൾസ് ഉള്ള ഒരു സീവേജ് ടണൽ പണിയണമെങ്കിൽ അവിടെ താഴെ ഒരു കോൺക്രീറ്റ് ബെൽറ്റ് പണിത് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ കമ്പി അങ്ങോട്ട് ഇറക്കി വെക്കുക. ഈ കമ്പിക്കകത്ത് ഈ ബ്രിക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 4 സൈഡിലും ലോക്കുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് പിന്നെ അതിന് മേലെ ഒരു കോൺക്രീറ്റ് കൊടുത്ത് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കും, വർഷങ്ങളോളം നിൽക്കും. അപ്പോൾ ദിസ് ഇസ് സ്ട്രോങ്ങർ ദാൻ സിമെൻറ്റ്. പിന്നെ ഒരു സിമെൻറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ 10% കോസ്റ്റ് വരുന്നില്ല. പിന്നെ എൻവയോൺമെൻറ്റിനുള്ള ഗുണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു റെവല്യൂഷൻ വരുത്തുന്നത് ദാറ്റ് ഇസ് സെക്കൻഡറി തിങ്. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇഷ്യൂസ് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് കളയാനുള്ള ഒരു സ്റ്റെപ്പ്.